Good morning, students. In this class, we will be discussing about the ratio analysis. അപ്പോൾ നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഒരു ഇൻട്രഡക്ടറി പാർട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതൊന്ന് റിഫ്രഷ് ചെയ്ത് പോവുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് നോ വാട്ട് ഈസ് റേഷ്യോ. റേഷ്യോ അനാലിസിസ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് റേഷ്യോ എന്താണെന്ന് അറിയണം. വാട്ട് ഈസ് റേഷ്യോ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ റേഷ്യോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് റേഷ്യോ അല്ലേ? നമ്മൾ റേഷ്യോ എന്ത് ചെയ്യുന്നു? റേഷ്യോ ഒരു നമ്പറും വേറൊരു നമ്പറും തമ്മിലുള്ള റിലേഷൻ അറിയാൻ വേണ്ടി നമ്മൾ ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റേഷ്യോ. ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു വൺ നമ്പർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ നമ്പർ. ഒരു നമ്പറിനെ വേറൊരു നമ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇറ്റ് ഷോസ് ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോസ് കാണുന്നത്. ഇനി അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് റേഷ്യോസ് ഫൈൻഡ് ചെയ്യുന്നത്? അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു നമ്പറിനെ നമ്മൾ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് റേഷ്യോ ആണ്. നമ്മൾ റേഷ്യോ എന്താണെന്ന് കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് നോക്കാം. നമ്മൾ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് റേഷ്യോ എന്താണെന്ന് നോക്കാം അല്ലേ? അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ two figures contained in the financial statement. That is arithmetical expression of relationship between two figures contained in the financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുന്നത്. ചെറിയതായിട്ട് നമ്മൾ ബ്രീഫായിട്ട് അല്ലെങ്കിൽ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോസ് ക്യാൻ ബി സെഡ് ആസ് റേഷ്യോസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്ന റേഷ്യോസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗേഴ്സ് നമ്മൾ പറഞ്ഞു, രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എടുക്കാം, ബാലൻസ് ഷീറ്റിൽ നിന്ന് എടുക്കാം, അതുപോലെ തന്നെ ഇത് രണ്ടിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാം, ബാലൻസ് ഷീറ്റ് ചൂസ് ചെയ്യാം, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ന്യൂമറേറ്റർ എപ്പോഴും നമ്മുടെ ഡിനോമിനേറ്ററിനേക്കാളും ഹയർ ആയിരിക്കണം. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ന്യൂമറേറ്റർ എപ്പോഴും നമ്മുടെ ഡിനോമിനേറ്ററിനേക്കാളും എന്തായിരിക്കണം? കൂടുതലായിട്ടുള്ള ഒരു നമ്പറായിരിക്കണം. ടെക്നിക്കലി നമ്മൾ സ്പീക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ്, ഒരു മീനിങ് ഫുൾ റേഷ്യോസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഫിഗേഴ്സും തമ്മിലൊരു കോമൺ റിലേഷൻ ഉണ്ടാവണം അല്ലേ? ഇപ്പോൾ നമ്മളൊരു വേജസും ഫിക്സഡ് അസറ്റും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ ഒരു കണക്ഷനില്ല. ഫിക്സ്ഡ് അസറ്റും എംപ്ലോയീസിന് കൊടുക്കുന്ന വേജസും തമ്മിലൊരു കണക്ഷനില്ല. അപ്പം നമ്മളെപ്പോഴും ഒരു റിലേഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റേഷ്യോ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഫൈൻഡ് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഫിഗേഴ്സിനും തമ്മിലൊരു റിലേഷൻ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ആ റേഷ്യോ കൊണ്ടൊരു യൂസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, there should be a cause and effective relationship between two figures used for calculating ratios. നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന രണ്ട് ഫിഗേഴ്സ് തമ്മിലൊരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അപ്പം നമ്മളിപ്പം എന്താണ്, സെയിൽസും പ്രോഫിറ്റും. അപ്പം സെയിൽസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാവണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ? റേഷ്യോ മീനിങ് ഫുൾ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ നെക്സ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് റേഷ്യോസ് എന്നാണ്. എങ്ങനെ നമുക്ക് റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് 4 തരത്തിൽ നമ്മുടെ ഈ റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് പ്രപ്പോർഷനേറ്റ് അല്ലെങ്കിൽ പ്യുവർ റേഷ്യോ, അല്ലെങ്കിൽ സെക്കൻഡ് വൺ പെർസെൻറ്റേജ്, തേർഡ് വൺ ടൈംസ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫ്രാക്ഷൻ.
ഇങ്ങനെ 4 ടെക്നിക്സ് അല്ലെങ്കിൽ 4 മെത്തേഡ്സാണ് നമ്മൾ മെയിനായിട്ടും നമ്മുടെ റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രപ്പോർഷൻ എന്ന് നോക്കാം. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രപ്പോർഷൻ അല്ലെങ്കിൽ പ്യുവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുക, പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3:1 ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഈ എന്താണ് അത് മീൻ ചെയ്യുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് ദ ന്യൂമറേറ്റർ ഈസ് 2 times ഓഫ് ഡിനോമിനേറ്റർ അല്ലേ? സോറി, ന്യൂമറേറ്റർ ഈസ് 3 times ഓഫ് ഡിനോമിനേറ്റർ. അതായത് എന്താണ്, ഡിനോമിനേറ്ററിനേക്കാളും 3 ഇരട്ടിയാണ് എന്ത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് അല്ലേ? ഇങ്ങനെ നമ്മൾ പ്രപ്പോർഷനേറ്റ് കാണുന്ന റേഷ്യോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി അതുപോലെ തന്നെ സോൾവൻസി റേഷ്യോയ്ക്കാണ് നമ്മൾ പ്രപ്പോർഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1,50,000 കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 50,000 ആയിക്കോട്ടെ. 50,000 ആണെങ്കിൽ നമുക്ക് റേഷ്യോ ഈ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 50,000, 1,50,000 ഡിവൈഡഡ് ബൈ 50,000, ദാറ്റ് ഈസ് എന്താണ്? ദാറ്റ് ഈസ് 3:1. ഓക്കെ, അതാണ് പ്രപ്പോർഷനേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. Then comes to second method, that is percentage method. Okay, here the ratio will be expressed as percent of 100 of the denominator. 100 ആയിരിക്കും നമ്മൾ എപ്പോഴും ഡിനോമിനേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും. One number is divided by the another number and it is multiplied by 100. ഓക്കെ, നമ്മളൊരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ചെയ്യുന്നത് സെയിൽസ്, ഒരു വർഷത്തെ സെയിൽസ് എന്ന് പറയുന്നത് 4 lakh ആണ്. 4 lakh ആണ് സെയിൽസ്. ദെൻ ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 80,000 ആണ്. ഓക്കെ, 80,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റും സെയിലും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുകയാണ് അല്ലേ? റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് അല്ലേ? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്, ദാറ്റ് ഈസ് 80,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100 അല്ലേ? അപ്പം ഇൻറ്റു 100 ചെയ്യുമ്പോൾ 80,000 ഡിവൈഡഡ് ബൈ 4 lakh ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 20% ആണ്. ഓക്കെ, അതാണ് പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈംസ് ആണ്. ഇതിൽ നമ്മൾ നമ്മുടെ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഫിഗറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എത്രത്തോളം കൂടുതലാണ്, ഒരു നമ്പറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മറ്റേ ഫിഗർ എത്രത്തോളം കൂടുതലാണെന്നുള്ളതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് 4 lakh ആണ്, ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് റേഷ്യോ ഫൈൻഡ് ചെയ്യുക, അതായത് ഫിക്സ്ഡ് അസറ്റ് ടു സെയിൽസ് തമ്മിലുള്ള റേഷ്യോ ഫൈൻഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? സെയിൽസ് ടു ഫിക്സ്ഡ് അസറ്റ് ടു സെയിൽസ് എന്ന് പറയുന്നത് 4 times ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 4 times ഓഫ് ഫിക്സ്ഡ് അസറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേണ്ടത് ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷനൊക്കെ എന്താണെന്ന് അറിയില്ല നമുക്ക്. ഓക്കെ, ഇതിൽ റേഷ്യോ നമ്മൾ ഫ്രാക്ഷൻ ഫോർമാറ്റിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ 3 lakh ആണ്, ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് 2,40,000 ആണ്. അപ്പോൾ നമുക്കറിയാം
എന്താണ് ഫിക്സ്ഡ് ആസറ്റും ഷെയർ ക്യാപിറ്റൽ ടു ഫിക്സ്ഡ് ആസറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കാണാൻ എന്ത് ചെയ്താൽ മതി, എന്ത് ചെയ്യണം, ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ചെയ്യാം. ഓക്കെ, ഇപ്പോഴും നോക്കേണ്ടത് ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കണം, ലാർജ് എമൗണ്ട് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ക്യാപിറ്റൽ ചെയ്യും. അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, 2,40,000 ഡിവൈഡഡ് ബൈ 3 lakh അല്ലേ, 3 lakh ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 2,40,000 ഡിവൈഡഡ് ബൈ 3 lakh എന്ന് പറയുന്നത് എത്രയാണ്, ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ നെയിം തന്നെ റേഷ്യോ അനാലിസിസ് ആണ് അല്ലേ. അപ്പോൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. Okay, ratio analysis means it is the analysis of financial statement with the help of ratios. Ratios യൂസ് ചെയ്ത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അത് ബാലൻസ് ഷീറ്റ് ആവാം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആവാം, ഏതും ആവാം. അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേഷ്യോസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് റേഷ്യോ അനാലിസിസ് മീൻസ് ഇറ്റ് ഈസ് ദ അനാലിസിസ് of financial statement with the help of ratios. Okay, what is the use of ratio analysis? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേഷ്യോസ് യൂസ് ചെയ്യുന്നത്? The accounting ratios are used to interpret the financial statement to study the financial position and performance of an enterprise. ഒരു എൻ്റർപ്രൈസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ പെർഫോമൻസും അനലൈസ് ചെയ്ത് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഷ്യോ അനാലിസിസും അതുപോലെ തന്നെ അക്കൗണ്ടിങ് റേഷ്യോസും യൂസ് ചെയ്യുന്നത്. Our next head is objective or purpose of ratio analysis. What all are the objective of ratio analysis or purpose or aim of ratio analysis? നമ്മൾ ഈ റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ട് ഓർഗനൈസേഷന് എന്താണ് ബെനഫിറ്റ്? റേഷ്യോ അനാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓർഗനൈസേഷന് അത് ചെയ്യുന്നതുകൊണ്ടുള്ള എയിമും അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങളൊക്കെ എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈസ് ടു സ്റ്റഡി ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദ ഓർഗനൈസേഷൻ്റെ ഷോർട്ട് ടേം സോൾവൻസി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഷോർട്ട് ടേം സോൾവൻസി എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലിക്വിഡിറ്റി, അതായത് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള ലിക്വിഡിറ്റി പൊസിഷനിലാണ് ഓർഗനൈസേഷൻ ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സെക്കൻഡ് പോയിന്റ്, ടു സ്റ്റഡി ദ ലോങ് ടേം സോൾവൻസി ഓഫ് എ ഫേം. ഓർഗനൈസേഷൻ്റെ ലോങ് ടേം സോൾവൻസി, അതായത് ലോങ് ടേം ഡെപ്റ്റുകൾ അല്ലെങ്കിൽ ലോങ് ടേം ഒബ്ലിഗേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ലിക്വിഡിറ്റി ഓർഗനൈസേഷൻ ഉണ്ടോ എന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി സാധിക്കും. ടു ഡിറ്റർമൈൻ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം. നമ്മളിങ്ങനെ റേഷ്യോസ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. Next point is to measure the performance of a firm. We can evaluate the overall performance of the company. കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. To facilitate the process of financial forecasting. ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളെ ഫോർകാസ്റ്റ് ചെയ്യാൻ, പ്രെഡിക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ പ്ലാൻ ചെയ്യാനൊക്കെ ഈ റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസണ് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇൻ്റർ ഫേംസ് കമ്പാരിസൺ, അതുപോലെ തന്നെ എന്താണ് ഫിഗേഴ്സ് തമ്മിലുള്ള കമ്പാരിസണൊക്കെ റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് മീൻസ് റേഷ്യോ അനാലിസിസ് ഫെസിലിറ്റേറ്റ് ഇൻ്റർ ഫേംസ് കമ്പാരിസൺ. നെക്സ്റ്റ് പോയിന്റ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ഫേം. ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ എന്താണെന്ന് നമുക്ക് റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
ദെൻ ടു എനേബിൾ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹെൽപ്സ് മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു ടേക്ക് ഡിസിഷൻ. മാനേജ്മെൻറ്റിനെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കൺട്രോൾ. ഡിസിഷൻ എടുക്കാനും ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഫിനാൻസ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ദെൻ നമുക്ക് കുറച്ച് പോയിൻറ്റും കൂടി ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ദെൻ എന്താണ്, നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നും ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് റേഷ്യോ അനാലിസിസ് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഓവറോൾ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അവർ നെക്സ്റ്റ് ഹെഡ് ഈസ് അഡ്വാൻറ്റേജസ്, യൂസസ്, യൂട്ടിലിറ്റീസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ് ഓർ റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, യൂസസ് എന്താണ്, യൂട്ടിലിറ്റീസ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഈ സെയിം പോയിൻറ്റ്സ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നതെന്ന്. റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സിമ്പിൾ ടെക്നിക് യൂസ്ഡ് ഫോർ അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ ഡാറ്റാസ്. നമ്മൾ ഫിനാൻഷ്യൽ ഡാറ്റാസ് അനലൈസ് ചെയ്തിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് എന്ത്? റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ഇവരൊക്കെ യൂസ് ചെയ്യും. എന്ത്? ഈ റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ബിസിനസ് ഫേം. ഒരു ഫേമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റും ഷെയർ ഹോൾഡേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഈ റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റേഷ്യോ അനാലിസിസ് ക്യാൻ ബി സെഡ് ആസ് എ സിമ്പിൾ ടെക്നിക് യൂസ്ഡ് ഫോർ അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ഡാറ്റ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് പെർസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് in order to get the detailed understanding about the business firms. Okay, the following are the important uses of ratio analysis. Okay, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് റേഷ്യോ അനാലിസിസിൻ്റെ യൂസസുകൾ. നമുക്ക് നമ്മുടെ ഈ റേഷ്യോ അനാലിസിസ് ഓർഗനൈസേഷൻ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് ഓർഗനൈസേഷൻ എന്താണ് ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്താണ് അഡ്വാൻറ്റേജ്, ഓർഗനൈസേഷൻ ഈ റേഷ്യോസ് ഫൈൻഡ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടുള്ള യൂസുകൾ എന്താണ്, ഉപയോഗം എന്താണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു ദ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഓക്കെ, മാനേജ്മെൻറ്റിന് എന്ത് അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്ന റേഷ്യോ അനാലിസിസ് വഴി? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റേഷ്യോ അനാലിസിസ് വഴി നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു മേക്ക് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദ ബിസിനസ്സിനെ കുറിച്ച് ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് റേഷ്യോ അനാലിസിസ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യും, അല്ലേ? That is, a general financial health of the business is revealed by such an analysis and suitable managerial actions can be taken. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് അല്ലേ? അപ്പോൾ ഈ റേഷ്യോസ് ഫൈൻഡ് ചെയ്യുന്നത് വഴി നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഫൈൻഡ് ചെയ്യുകയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാനേജറിയൽ ഡിസിഷൻസ് മാനേജേഴ്സും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് എടുക്കാനും സാധിക്കും. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിൻറ്റ് വൈസ് ആണ് പറഞ്ഞേക്കുന്നത്. മാനേജ്മെൻറ്റിന് ഫസ്റ്റ് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് ദ പോളിസി ഉണ്ടാക്കാൻ വേണ്ടി, അത് ഫോർമുലേറ്റ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റേഷ്യോസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, നമ്മുടെ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും ഫ്യൂച്ചറിൽ, നമുക്ക് എത്ര സെയിൽ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും റേഷ്യോസ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ്, നമുക്ക് ഓരോ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി സാധിക്കും. നോയിങ് ദ ട്രെൻഡ്സ് ഓഫ് ദ ബിസിനസ്സിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എഫിഷ്യൻസി എങ്ങനെയാണ്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, കൺട്രോളിങ്, അതുപോലെ തന്നെ ഇൻ്റർ കമ്പനി ആൻഡ് ഇൻട്രാ കമ്പനി കമ്പാരിസനൊക്കെ നമുക്ക് ഈ റേഷ്യോ അനാലിസിസ് വഴി നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് മാനേജറിയൽ യൂസ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. നമുക്കറിയാം ഒരു കമ്പനീനെ അപേക്ഷിച്ച് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, അവരൊക്കെ നമ്മുടെ ബെനഫാക്ടറീസ് ആണ് അല്ലേ? അപ്പം അവർക്കൊക്കെ ഈ റേഷ്യോസ് നോക്കി അതിൽ നിന്നും എന്ത് ചെയ്യാം? അതിൽ നിന്നും അഡ്വാൻറ്റേജ് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്ററിന് എന്താണ് ബെനിഫിറ്റ് ഈ റേഷ്യോ ഉള്ളത് കൊണ്ട്?
ഓക്കെ, അപ്പോൾ നോക്കാം, ഷെയർ ഹോൾഡേഴ്സ് ദേ ക്യാൻ ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് കമ്പനി ആൻഡ് ദേ ക്യാൻ അസർട്ടൈൻ ഹൗ എഫക്റ്റീവ്ലി ദെയർ ഫണ്ട്സ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ അതുപോലെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നുള്ള കാര്യം എന്ത് ചെയ്യാം, ഷെയർ ഹോൾഡേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി പോയിൻ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ദ പേഴ്സ്പെക്റ്റീവ് ഇൻവെസ്റ്റർ ടു സെലക്ട് ബെസ്റ്റ് കമ്പനീസ് ടു ഇൻവെസ്റ്റ് ദെയർ ഫണ്ട്സ്. ഈ റേഷ്യോ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻവെസ്റ്ററിന് മനസ്സിലാവും ഏത് കമ്പനിയാണ് അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കമ്പനിയുടെ പെർഫോമൻസും അതുപോലെ തന്നെ കമ്പനി ഫ്യൂച്ചറിൽ എങ്ങനെയാണെന്നൊക്കെ ഈ ഇവാലുവേഷൻ അല്ലെങ്കിൽ ഈ റേഷ്യോ അനാലിസിസ് കൂടെ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർസിൻ്റെ പ്രൈസ് എത്രയാണ് ഫ്യൂച്ചറിൽ വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ തേർഡ് പോയിന്റ്, ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു ദ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് എന്താണ് അഡ്വാൻറ്റേജ്? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിക്ക് ഫണ്ട് കൊടുത്തേക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവർ ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് റേഷ്യോസ് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് നടത്തുന്നത് കൊണ്ട് അവർക്കുള്ള ബെനിഫിറ്റ് എന്താണ്, അവർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. എന്താണ് അവർക്ക് കിട്ടുക എന്ന അഡ്വാൻറ്റേജ്? ദ റേഷ്യോ അനാലിസിസ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ ക്രെഡിറ്റേഴ്സ് ഓർ ബാങ്കേഴ്സ്. They use these ratios to analyze the credit worthiness of the business and their ability to service the debts periodically. അപ്പം അവരെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്, കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ പീരിയോഡിക് ബേസിൽ അവർക്ക് ആ ഡെപ്റ്റ് പേ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ക്രെഡിറ്റേഴ്സ് ഇത് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് പോയിൻറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ എങ്ങനെയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ ക്രെഡിറ്റേഴ്സിന് സാധിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് എനേബിൾസ് ദം ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് ക്രെഡിറ്റേഴ്സിന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് ഫിനാൻഷ്യൽ റേഷ്യോസ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് നമ്മുടെ എംപ്ലോയീസിനുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ്? അല്ലെങ്കിൽ റേഷ്യോസ് യൂസ് ചെയ്ത് അവർക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് ആണെന്ന് തന്നെ പറയാം, നമുക്ക് എന്ത് ചെയ്യാം, ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രയുണ്ടെന്ന് ഫൈൻഡ് ചെയ്യാം. എംപ്ലോയിക്ക് എത്ര പ്രോഫിറ്റബിലിറ്റി ഓർഗനൈസേഷൻ ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ആ കമ്പനിയുടെ പ്രോഫിറ്റിനെ ബേസ് ചെയ്ത് അവർക്ക് കൂടുതൽ വേജസ് ഡിമാൻഡ് ചെയ്യാം, കൂടുതൽ ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ കൂടുതൽ ഫ്രിഞ്ച് ബെനിഫിറ്റുകൾ അവർക്ക് ഡിമാൻഡ് ചെയ്യാം, കൂടുതൽ വേജിന് ഉപരിയായിട്ടുള്ള ബെനിഫിറ്റുകൾക്ക് അവർക്ക് ഡിമാൻഡ് ചെയ്യാം, ബോണസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഡിമാൻഡ് ചെയ്യാം. അപ്പോൾ എംപ്ലോയീനെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയുണ്ടെന്ന് അവർക്ക് ഈ റേഷ്യോസ് നോക്കി ഫൈൻഡ് ചെയ്യാം. അതിനെ ബേസ് ചെയ്ത് അവർക്ക് കൂടുതൽ വേജസും അതുപോലെ തന്നെ ബെനിഫിറ്റുകളും ഡിമാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് അടുത്തൊരു പോയിന്റ് വരുന്നത്, എംപ്ലോയീസിൻ്റെ കേസിൽ വരുന്നത് അവർക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്, ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ കമ്പനീസ്. സോ ദേ ക്യാൻ എൻഷുവർ ദ ജോബ് സെക്യൂരിറ്റി. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ ഒരു എംപ്ലോയീനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിക്ക് ഫിനാൻഷ്യൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയിലുള്ള ആ എംപ്ലോയിക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവുള്ളൂ, ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ. അതേസമയം ലോസ് മേക്കിംഗ് ആണെങ്കിൽ അയാൾക്ക് എപ്പോഴും എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം, അയാളുടെ ജോബ് ലോസ് ആവുന്നത് എക്സ്പെക്റ്റ് ചെയ്യുക. അപ്പം അയാൾ എപ്പോഴും എന്തായിരിക്കും, ഈ രണ്ട് കാര്യങ്ങളിലേക്കായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. എംപ്ലോയി എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ വേജസും അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഡിമാൻഡ് ചെയ്യാൻ എപ്പോഴും ഈ റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഹെൽത്ത്, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യും. ദെൻ അഡ്വാൻറ്റേജസ് ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് എങ്ങനെ നമ്മുടെ അക്കൗണ്ടിങ് റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം.
ഗവൺമെൻറ്റിനെ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് സ്റ്റഡി ചെയ്യാനും അതിനെ ബേസ് ചെയ്തിട്ട് വേരിയസ് പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് എനേബിൾസ് ദ ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈസ് കൺട്രോൾ മെഷേഴ്സ്. അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഇതൊക്കെ അതായത് റേഷ്യോ അനാലിസിസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് അനലൈസ് ചെയ്ത ശേഷം കൺസ്യൂമറിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യലിനെയൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് റേഷ്യോ അനാലിസിസ് എന്ന് നമുക്ക് പറയാം. Our next topic is limitations of ratio analysis. Even though the ratio analysis having a lot of advantages, it have also subjected to certain limitations. First point is inherent limitations of accounting. That is the ratio analysis is having the limitations of financial statement. നമുക്കറിയാം the financial statements ആണ് നമ്മൾ ratio analysisന് യൂസ് ചെയ്യുന്നത്. That is the financial statement are the base which are used for ratio analysis. Okay, these financial statement have certain inherent limitation അല്ലേ. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് എന്തുണ്ട്, ഇതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓഫ് ഹിസ്റ്റോറിക്കൽ നേച്ചർ അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഹിസ്റ്റോറിക്കൽ നേച്ചറാണ്. അതിന് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് കൺവെൻഷൻസ്, പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്, അതായത് ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടൻറ്റിനുള്ള അയാളുടെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റേഷ്യോ അനാലിസിസിനെ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ദ റേഷ്യോസ് വർക്ക്ഡ് ഔട്ട് ആർ ഓൾസോ സബ്ജക്റ്റ് ടു ദീസ് ലിമിറ്റേഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസിൽ വരുന്ന എല്ലാ എറേഴ്സും അല്ലെങ്കിൽ എല്ലാ ലിമിറ്റേഷൻസും എന്തിലും വരുന്നുണ്ട്, റേഷ്യോ അനാലിസിസിൽ വരുന്നുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആർ ഇഗ്നോർഡ്. അതായത് നമ്മൾ നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. അതായത് റേഷ്യോ അനാലിസിസ് ഇഗ്നോർസ് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇൻ ഫിനാൻഷ്യൽ. നമുക്കറിയാം എന്താണ്, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരിക്കലും നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതായത് എന്താണ്, അതായത് എംപ്ലോയീസിൻ്റെ മൊറാലിറ്റി, അവരുടെ ലോയാലിറ്റി, ഹ്യൂമൻ റിലേഷൻസ്, അവരുടെ ഹ്യൂമൻ വാല്യൂസ് ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പം അത് തന്നെ എന്തിലും യൂസ് ചെയ്യുന്നില്ല, നമ്മുടെ റേഷ്യോ അനാലിസിസിൽ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആർ ഇഗ്നോർഡ്. ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്, ഓക്കെ, റേഷ്യോ അനാലിസിസിൽ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതിനുള്ള മെയിൻ കാരണവും ഇത് തന്നെയാണ്. അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യുന്നില്ല, അക്കൗണ്ടിങ്ങിൽ ഈ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സത്യത്തിൽ ഈ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കമ്പനി ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്നും എമൗണ്ട് ബോറോ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, ആ കമ്പനി എങ്ങനെയുള്ളതാണെന്നുള്ള കാര്യം ബാങ്കിനറിയാൻ താല്പര്യം ഉണ്ടാവും. ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനേക്കാളും ബാങ്കിന് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് ആ ബാങ്കിൽ നിന്ന് എമൗണ്ട് എടുക്കുന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളതായിരിക്കും അയാൾക്ക് കുറച്ചും കൂടി താല്പര്യമുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സൊക്കെ നമ്മളിവിടെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്, റേഷ്യോസ് നമ്മൾ ഒരിക്കലും ഒരു കൺക്ലൂഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ടെക്നിക്കാണ്, നമ്മളൊരു ജഡ്ജ്മെൻറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ്. അല്ലാതെ ഒരു ജഡ്ജ്മെൻറ്റിനുള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ടല്ല എന്ത് നമ്മുടെ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ്.
കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, എ സിംഗിൾ റേഷ്യോ വിൽ നോട്ട് ബി മച്ച് യൂസ്ഫുൾ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ. ഒരു സിംഗിൾ റേഷ്യോസ് ഫൈൻഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് ഒരു ഓർഗനൈസേഷന് ഹെൽപ്ഫുൾ ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസേഷനിൽ ഒരു നമ്പർ ഓഫ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു കൺക്ലൂഷൻ മേക്ക് ചെയ്യാൻ. ഈ ഒരു പോയിൻറ്റിൻ്റെ കൂടെ തന്നെ വേറൊരു ലിമിറ്റേഷൻ കൂടി നമുക്ക് പറഞ്ഞു പോകാൻ വേണ്ടി സാധിക്കും. ദാറ്റ് ഈസ് നോട്ട് കമ്പയറബിൾ. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ദ റേഷ്യോസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്പാരിസൺ എന്ന്, ബട്ട് ഇറ്റ് മെ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ കമ്പയറിങ് ടു എൻറ്റിറ്റീസ് വിത്ത് ഡിഫറെൻറ്റ് നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ബിസിനസ് വിത്ത് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസ്. അതായത് ഒരു ഓർഗനൈസേഷൻ, നമുക്ക് രണ്ട് ഓർഗനൈസേഷനുകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യണമെങ്കിൽ രണ്ട് എൻറ്റിറ്റീസ് ഡിഫറെൻറ്റ് നേച്ചറിലും ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസീസും ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ ഒരിക്കലും നമുക്കത് തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇതും കൂടി ഈ ഒരു പോയിൻറ്റിൻ്റെ കൂടെ നോട്ട് ചെയ്ത് പോവാം. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ലാക്ക് ഓഫ് ആഡ്വക്കേറ്റ് സ്റ്റാൻഡേർഡ്സ്. നമുക്ക് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡുകളില്ല. ദറ്റ് ഈസ് റേഷ്യോസ് ആർ ടു ബി കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് റേഷ്യോസ്, but unfortunately there are no well accepted standard for all ratios which all can be accepted as norms. This makes interpretation difficult. അതായത് ദർ ഇസ് എ ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ്. അതായത് നമുക്കൊരു റേഷ്യോയുടെ ഒരു മീനിങ് ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് മേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക അവിടെ ഒരു അപ്രോപ്രിയേറ്റ് സ്റ്റാൻഡേർഡ് ഉള്ളപ്പോഴാണ്. ദറ്റ് ഈസ് എ മീനിങ് ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റേഷ്യോസ് ക്യാൻ ബി മെയ്ഡ് ഓൺലി വെൻ ദ റേഷ്യോസ് ആർ കമ്പയർഡ് വിത്ത് അപ്രോപ്രിയേറ്റ് സ്റ്റാൻഡേർഡ്സ്. പക്ഷേ അങ്ങനെ ഒരു യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് കമ്പാരിസണിന് വേണ്ടിയിട്ട് അവൈലബിൾ അല്ല. ഇൻ മെനി കേസസ് there are no universally accepted standards are available for the comparison. Next point is window dressing. Okay, there is a problem of window dressing. That is, financial statement can be manipulated to show the better financial position. നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ലതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പം അതനുസരിച്ച് എന്ത് ചെയ്യും, റേഷ്യോസും ഇൻ്റർപ്രറ്റ് ചെയ്തു വരും. ഓക്കെ, it must be noted that the outsider cannot be easily verify whether the financial statement are window dressed or not. അപ്പം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത് റേഷ്യോ അനലൈസ് ചെയ്യുന്ന ഒരു ഔട്ട്സൈഡറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇത് വിൻഡോ ഡ്രസ്ഡ് ആണോ അല്ലയോ എന്നൊരിക്കലും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് വിത്ത് വ്യൂ ടു പ്രസൻറ്റ് ദ ബെറ്റർ പിക്ചർ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ ഓഫ് ദ കമ്പനി. അപ്പം അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരിക്കലും റിലയബിൾ ആയിരിക്കില്ല. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസ് ലെവൽ ചേഞ്ചസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യണം. വി ആർ ഇഗ്നോറിങ് ദ പ്രൈസ് ലെവൽ ചേഞ്ചസ്. That is, when we prepare the financial statements, the ratio analysis also ignores the changes in price level changes. Price level changesൽ വരുന്ന ആ ചേഞ്ചിനെ നമ്മൾ ഒരിക്കലും നോട്ട് ചെയ്യുന്നില്ല, ഒരിക്കലും നമ്മൾ റേഷ്യോ അനലൈസ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റേഷ്യോ അനാലിസിസ് വിൽ ബി യൂസ്ഫുൾ ഓൺലി വെൻ ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ. പ്രൈസ് ലെവലിൽ ചേഞ്ച് വരാത്ത സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റേഷ്യോ അനാലിസിസ് യൂസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ഓൾസോ ക്യാൻ എഫക്റ്റ് ദ കമ്പാരബിലിറ്റി ഓഫ് റേഷ്യോസ്. ഓക്കെ, ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് റേഷ്യോ എന്ന് പഠിച്ചു, എന്താണ് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് നോക്കി, എന്താണ് റേഷ്യോ അനാലിസിസ് നോക്കി, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റേഷ്യോ അനാലിസിസ് നോക്കി, then uses, utilities and advantages of ratio analysis. Then last point is, last നമ്മൾ നോക്കിയത് limitations of accounting ratios ആണ് നോക്കിയത്. Okay, that's all for today's class. See you in the next class. Till then, goodbye. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. Okay, thank you.